ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഈ ഒരു ഞായറാഴ്ച അതിഗംഭീരമായിട്ടുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. സൂപ്പർ സൺഡേയായി മാറിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ OTTയുടെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ആരും അങ്ങനെ ഫേക്ക് ന്യൂസ് ഇറക്കി വിടേണ്ട, OTT ഈ അടുത്തെങ്ങും ഇല്ല എന്നുള്ളതാണ്. അതായത് അടുത്ത 15 ദിവസം കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്നാണ് ദുൽഖർ തന്നെ പറഞ്ഞിരിക്കുന്നത്. സിനിമ ആ റേഞ്ചിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനോടകം തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി മാറിയിരിക്കുകയാണ്. 265 കോടി എന്നുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ സിനിമ കടന്നിരിക്കുന്നു. ഇന്നലെയും സിനിമയ്ക്ക് മികച്ച കളക്ഷനായിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,60,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. വേൾഡ് വൈഡായിട്ട് സിനിമ 270 കോടിയും കടന്നിരിക്കുകയാണ്. 23 ദിനത്തെ കളക്ഷൻ പ്രകാരം സിനിമയ്ക്ക് 1.5 കോടി കൂടിയായിരുന്നു വേണ്ടിയിരുന്നത് എമ്പുരാൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ തീർക്കാനായി. അത് ഇന്നലെ തന്നെ രാവിലെ തന്നെ തീർക്കുന്ന ഒരു കാര്യമുണ്ട്. പിന്നീട് സിനിമയ്ക്ക് ഇന്നലെ വേൾഡ് വൈഡായിട്ട് ലഭിച്ചത് ഏറെക്കുറെ 8 കോടിക്കടുത്ത് എന്നുള്ളതാണ്. അതായത് സിനിമ നേടിയിരിക്കുന്നത് ഏകദേശം 274 കോടിയോളമാണ്. ഇന്ന് സിനിമയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 8 കോടി മുതൽ 10 കോടിക്കിടയിലുള്ള ആ ഒരു കളക്ഷൻ തന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കാം. കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് തീയായിട്ടാണ് സിനിമയുടെ കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 3 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന കണക്ക് 2,61,00,000 രൂപയോളമാണ്. ഇന്നലെ ഫൈനലായി ട്രാക്കേഴ്സ് പുറത്തുവിട്ട ഇന്നലത്തെ കളക്ഷൻ 2,39,65,000 രൂപയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയായപ്പോൾ തന്നെ അതിന് മുകളിൽ 30 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപയുടെ കളക്ഷൻ വർധനവ് വന്നിരിക്കുകയാണ്. ഈ ഒരു ഞായറാഴ്ച ഇതുവരെ സിനിമയുടെ ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നത് 1,62,000 മുകളിലുള്ള ടിക്കറ്റുകളാണ്. അങ്ങനെ പുതിയ റെക്കോർഡിലേക്ക് സിനിമ എത്തുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 60 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയ സിനിമയായി മാറുന്നു ലോക എന്നുള്ളതാണ്. ഇൻഡസ്ട്രി ഹിറ്റിലേക്കുള്ള സിനിമയുടെ ഒരു കാൽവെപ്പ് ആണ് ഇനി നോക്കാനുള്ളത്. 101.5 കോടിയോളമാണ് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനായി 24 ദിനങ്ങളിൽ പുറത്തു വന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 118 കോടിയാണ് സിനിമയ്ക്ക് വേണ്ടത്. അതായത് ഇന്നത്തെ കളക്ഷൻ കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായും സിനിമ 104 കോടി കഴിയും. 104.5 കോടി വരെ എത്താനുള്ള ചാൻസുകൾ കാണുന്നു. എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ഒക്കെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് റെഡ് അലേർട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. റെഡ് ബുക്ക് മൈ ഷോ നോക്കുകയാണെങ്കിൽ എങ്ങും തന്നെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ തന്നെയാണ്. ഫ്രണ്ട് റോസിലുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. മിക്ക സ്ഥലങ്ങളിലും ഫ്രണ്ട് റോകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അമ്മാതിരി കൊടൂരമായ, പ്രത്യേകിച്ച് തൃശ്ശൂർ മേഖലയിലൊക്കെ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകൾ എല്ലാ തിയേറ്ററുകളിലും കാണാൻ കഴിയുന്നു എന്നുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യവും കൂടിയാണ്. എന്തായാലും ഇവിടെ വേറൊരു ചരിത്രത്തിലേക്ക് വരികയാണ്. ഇന്നും സിനിമ 3.5 കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ പോകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ. നമുക്ക് അതിന് ഈവനിങ് റിപ്പോർട്ടുകളുമായിട്ട് വരാം. എന്താണേലും ഇവിടെ ഒരു മലയാള സിനിമയുടെ ഏറ്റവും കൂടുതൽ കളക്ഷനിലേക്ക് എത്തുന്നു. അപ്പോൾ ഇന്നത്തോടെ സിനിമ 285 കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടുമെന്നുള്ള പ്രതീക്ഷയാണ്. അതിനിടയിൽ 15 കോടി കൂടി കിട്ടിയാൽ 300 കോടിയിലേക്ക് എത്താം. സിനിമയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കണമെങ്കിൽ ഇന്നത്തെ കളക്ഷൻ കഴിയുമ്പോൾ ഏകദേശം 14 കോടി കൂടി ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ റിയൽ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്താൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ബുക്കിംഗ് ഒക്കെ തകൃതിയാണ്. ഓരോ മണിക്കൂറിലും ഇപ്പോൾ ലഭ്യമായത് 5,900-ഓളം ടിക്കറ്റുകൾ വിറ്റുപോകുന്നു എന്നാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. Great Medias.